എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സൂര്യനാരായണൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജെല്ലി മിഠായി എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായ റെസിപ്പിയാണ്. നമുക്ക് ഈ വീഡിയോ ഫുള്ളായിരുന്നു കണ്ടു എന്ന് വെച്ച കാര്യം മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിപ്സ് എല്ലാം കണ്ട് നിങ്ങൾ അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല അങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഐക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് എല്ലാം അടിപൊളിയാക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഒരു ഗ്യാസ് കത്തിച്ച് ഒരു പാന് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അങ്ങനെ 2 കപ്പ് വെള്ളം, 1/2 ലിറ്റർ വെള്ളത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളം തന്നെയാണ്. ഇത് വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൈന ഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതുണ്ടോ, ഇതാണ് സംഭവം. ഇത് നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നമുക്കിത് ജലാറ്റിനും യൂസ് ചെയ്യാം. ചൈന ഗ്രാസ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ 10 ഗ്രാംസാണ് ഇതിൽ യൂസ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അലിയണം ഇത് ഈ സംഭവം. കണ്ടോ, അലിഞ്ഞ് വരുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ചൈന ഗ്രാസ് വെള്ളത്തിൽ അലിഞ്ഞു പോകും. ഈ ചൈന ഗ്രാസ് എന്ന് പറയുന്നത് സംഭവം വെജിറ്റേറിയൻ ആണ്, വെജിറ്റബിൾ ഇതാണ്. നമ്മുടെ ജെലാറ്റിൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ അല്ല എന്നാണ് ഞാൻ കേൾവി. എല്ലാം അലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാം അലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ, ഒന്ന് നന്നായി തിളയ്ക്കട്ടെ. കറക്റ്റ് എങ്ങനെ ചോദിച്ചാൽ നമ്മളിത് ഒരു കമ്പിപ്പദം അല്ല ആണോ തന്നെ അല്ല, മീൻസ് ഒരു കമ്പിപ്പദമൊന്നും വരേണ്ട കാര്യമില്ല. എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എന്താണ് എടുക്കണം. അതായത് ഇത് ഒരു കമ്പിപ്പദം അല്ല എന്നാൽ അതിൻ്റെ മീൻസ് ഇനി ഇവിടെ നിന്ന് സ്റ്റേജ് കിടന്ന ഒരു കമ്പിപ്പദമാവും. അപ്പോൾ അവിടെ നിന്ന് അത്ര എത്തരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതിനെ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതിനേക്ക് ഒരു 3 ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് കളർ ആഡ് ചെയ്യാനാണ്. നമുക്കിതിലേക്ക് ഇനി 1 കപ്പിൽ മാംഗോ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 or 4, അതായത് നമ്മുടെ അനുസരിച്ച് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ബൗളിൽ നമുക്ക് മാംഗോ എസൻസ് റെഡിയായി. ഈ ബൗളിലേക്ക് നമുക്ക് പിസ്ത എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4-5 തുള്ളി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബൗളിലേക്ക് സ്ട്രോബെറി എസൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇളക്കിക്കോ. ഉണ്ടോ, മോൾക്ക് മുട്ടായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ജെല്ലി മിഠായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മോൾ ഇളക്കാണ്. ഒരു ഇതിന് നമുക്ക് ഷേപ്പ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐസ് ട്രേയോ, നമ്മുടെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന ഐസ് ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ നമ്മൾ സിമ്പിളായിട്ട് ഐസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് ഓയിലോ നമ്മുടെ ഗീയോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ വേഗം കിട്ടാനാണ്. നമ്മളിത് റെഫ്രിജറേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടാനാണ്. എല്ലാത്തിലും ഒന്ന് ബട്ടറോ നെയ്യോ അങ്ങനെ എന്താ വെച്ചാൽ തേച്ച് കൊടുക്കുക. ബട്ടറൊക്കെ തേച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിക്കുക എല്ലാത്തിലും. ജെല്ലി എല്ലാം എന്താണ് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാക്കിയിരിക്കണം. ഇതിലൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് റെഫ്രിജറേഷൻ ചെയ്യണം. നമുക്ക് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമുക്കിത് ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് എടുത്ത് നോക്കാം. ടാടാ, കണ്ടോ, ജെല്ലി മിഠായി റെഡി ആയിരിക്കണം.
അടിപൊളിയായിട്ടില്ലേ? 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എല്ലാം അടിപൊളി തന്നെ കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്തേ ഉള്ളൂ. അല്ല അടിപൊളിയായിട്ടില്ലേ? സംഭവം സെറ്റായിട്ടില്ലേ? സെറ്റപ്പായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായി എല്ലാം റെഡി ആയിരിക്കണം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? സംഭവം വളരെ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ? ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഞാൻ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രൻ സൈനിങ് ഓഫ്. ബൈ.